guys, I'm Pin and back. Big Boss Season 7 Episode 2 Reaction. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ 4 പേർക്ക് ഷവർമ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരെ പിക്ക് ചെയ്യാനുള്ള സമയമായി. സോ നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്ത് കമന്റ് പിക്കറിൽ ഇടാം. ഓക്കെ, കോപ്പി ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫെച്ച് ചെയ്തിട്ടുണ്ട്. ലോഡ് ആവട്ടെ. കമന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പിക്ക് എ വിന്നർ. ഫസ്റ്റ് വിന്നർ കോസ് മൊബൈൽ, ഓക്കെ സെറ്റ്. സെക്കൻഡ് വിന്നർ സഫി ഹക്കീം. തേർഡ് വിന്നർ അമിത ബിനു. ഫോർത്ത് വിന്നർ നിത. അപ്പൊ 4 പേര് എന്ത് ചെയ്യണം? താഴെ കാണുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളാണ് ഈ കമന്റ് ഇട്ടത് എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഷവർമയുടെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യടാ. 100K ആക്കാൻ വേണ്ടിട്ടല്ലേ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യോ. വെരി ഗുഡ്. സംസാരിച്ച സമയങ്ങളില്ല, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. എപ്പിസോഡ് തുടങ്ങുന്നത് ബാഡ്ജിന് വേണ്ടിയുള്ള തട്ടിപ്പറി വെച്ചാണ്. രുദ്രനന്റെ ബാഡ്ജ് തട്ടിപ്പറിക്കാനാണ് ഇല്ലേ ചക്കര വരട്ടി. രുദ്രനൻ ബി ലൈക്ക് ഉറങ്ങാനാ? എന്തുറങ്ങാൻ? അക്ബർ വാ ഉറങ്ങാന്നേ. പോടാ, ഞാനൊന്നുമില്ല. വാ ഉറങ്ങാ, വാ ഉറങ്ങാന്നല്ലേ പറഞ്ഞത്. അനീഷ് ബാഡ്ജുള്ള ഇവന്റെ അടുത്ത് വന്ന് അവൻ സ്കോർ ചെയ്യുന്നു. എന്നാ ഞാനും സ്കോർ ചെയ്യട്ടെ. ഇനി ഞാൻ തട്ടിപ്പറിക്കാൻ വന്ന്. അനീഷും ഷാനവാസും ഇടിയാവുന്ന തോന്നുന്നുണ്ട്. ഇയാൾക്ക് വയ്യേ. രുദ്രണ്ണ, നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഊരി കൊടുത്തേ. ഒനിയൻ അതിപ്പോ ലാഭമില്ല. കൊണ്ടോയാ എടുത്തോ, തിരിച്ചു വാങ്ങിച്ച എന്റെ ഇംപ്രഷൻ പോവില്ലേ? നീ എടുത്തോ, ഞാൻ ദാനധർമ്മിയ. നമ്മുടെ അനീഷേട്ടൻ എന്തുകൊണ്ടാണ് ഡൈവോഴ്സ് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. രുദ്രണ്ണ അടുത്ത സീസൺ വരുന്നുണ്ട്, അതില് 8 ആണല്ലോ. അപ്പൊ 8ന്റെ പണി എന്ന് പറഞ്ഞ ലാലേട്ടൻ തന്നെ പിന്നെ വന്നിട്ടുണ്ടാവും. സോ പേടിക്കണ്ട. അക്ബർ ബി ലൈക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ 2 മണിക്കൂർ കൂടി ഇവിടെ ഇരിക്കും. പിടിച്ചെന്നേ, ഈ കൈ പിടിക്കൂ, ഈ കൈ പിടിക്കൂ. അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. എന്താണ് ഓടുന്നത്? എന്താ ഇത് ഓട്ട മത്സരം? മിസൈലും സ്റ്റാർ ബാൻഡ് ആരും കൈക്കലാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ നിലത്ത് കിടന്ന് അടിയായി ഉരുളലായി പെരളലായപ്പോൾ ബിഗ് ബോസ് ടാസ്ക് നിർത്തിവെച്ചു. 1-ാം ദിവസം രാവിലെ. എന്റെ പൊന്നെ ബിഗ് ബോസ്, രാവിലെ 11:05 മോർണിംഗ് സോങ് ഇടുന്നേ. നിങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ലേ? അലാറം ഒക്കെ ലേറ്റ് ആയ. പോരാ പോരാ പോരാ. കഴിഞ്ഞ സീസൺ നമ്മൾ കുറ്റം പറഞ്ഞു. നമ്മുടെ അൻസിബയുടെ ഡാൻസ് ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നു. അൻസിബ ഇവരുടെ ഡാൻസ് ഒന്നും ഇങ്ങനെയാണോ ഡാൻസ്? 2 സ്റ്റെപ്പ് ഇടുന്ന കാര്യമില്ല. അനുമോളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതാണല്ലോ. ഓക്കെ, വിളിക്കുന്നില്ല. ആർക്ക് ഇത്ര ബുദ്ധിമുട്ട് വിളിക്കുന്നത്? ഇവരെന്താ ഓരോ സീൻ റീക്രിയേഷൻ. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. റനയും മുൻഷിയും കൂടി ചെറുതായിട്ടൊന്ന് ഉടക്കി. ആണോ? അത് ശരിയാട്ടാ. ഇത് കുറെ പേർക്കുള്ളതാ. ഞാൻ ഒറ്റ തൊന്തയ്ക്ക് പറഞ്ഞതാ. ഞാൻ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ. ഞാൻ ആണാ. ഞാൻ നട്ടലുള്ളവനാ. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സാധനമല്ലേ? വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർക്കല്ലേ സംശയം. അപ്പൊ വിളിച്ചു പറയും. നിങ്ങളൊരു വലിയ നിയമം ലംഘിച്ചു. എന്താണാവോ? അവിടെയുള്ള മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടു. മിഷല്ല, ഇതെനിക്കുള്ള പണിയാ. എന്റെ മേക്കപ്പ് കണ്ടറിഞ്ഞൂടെ ആരാ സാധനം എടുത്തേന്ന്? നീ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരും. ഇവരൊക്കെ എടുത്താ? നിങ്ങളൊക്കെ തപ്പെടുത്ത്. എന്തിനാ ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ പൂട്ടിവെച്ചത്? ബിഗ് ബോസ് താൻ മണ്ടനാണോ? താൻ പൂട്ടി വെച്ച സാധനം ഇവരെങ്ങനെയാണോ എടുക്കുന്നത്? താക്കോലില്ലാണ്ട്. അപ്പൊ താൻ തുറന്നു വെച്ചിട്ടല്ലേ അവരെടുത്തത്? തുറന്നു വെച്ചാരോ എടുത്തു. ലേഡി കണ്ടസ്റ്റൻസ് ബി ലൈക്ക് ബിഗ് ബോസ്, ഫുഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും, ഡ്രസ് ഇല്ലെങ്കിലും ഞങ്ങൾ ക്ഷമിക്കും, പക്ഷെ മേക്കപ്പ് ഇല്ലാണ്ട് സഹിക്കില്ല, ക്ഷമിക്കില്ല, പറ്റില്ല. ലിപ്സ്റ്റിക് ഇടാണ്ടെങ്കിൽ പുറത്തിറങ്ങും. പുള്ളി ക്യാമറയല്ലേ, അത് ലോക്കാ. അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂടാണ്ട് എടുത്തതായിരുന്നു. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി എടുത്തില്ല. ഉപയോഗിക്കായിരുന്നു, ഉപയോഗിച്ച് കഴിയും ചെയ്തു. പിന്നെ താൻ എന്തിനാണോ ഡയലോഗ് അടിക്കുന്നത്?
എന്നിട്ട് വലിയ വീരവാദം പറയുന്നു. ഇറ്റ്സ് റോങ്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ അനീഷ് പറയുന്ന ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തന്നു. ബാൻഡ് കൈവശമുള്ളവർക്ക് മാത്രമായിരിക്കും അവർ കൊണ്ടുവന്ന സ്വന്തം വസ്തുക്കൾ ലഭിക്കുക. ഈ ആഴ്ച ബിഗ് ബോസ് കൊടുത്ത ടാസ്കിന് ഞാൻ ഇട്ട പേരാണ് തുണി കൊടുക്കാത്ത ടാസ്ക്. അതെങ്ങനെയുണ്ട്? ഫോമും 19 പേപ്പർ പ്ലേറ്റും നിങ്ങൾക്കായി നൽകും. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കാണ്. ക്യാപ്റ്റൻ ആവാൻ ഒട്ടും യോഗ്യനല്ലാത്ത ആളെ സെലക്ട് ചെയ്യുക. ടാസ്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം പ്ലേറ്റിൽ അടിച്ചിട്ട് മുഖത്ത് തേച്ചിട്ട് കുറ്റം പറയണം. ഫസ്റ്റ് ദിവസം തന്നെ അടി ഉണ്ടാക്കാനുള്ള ബിഗ് ബോസ് അണ്ണന്റെ ഓരോരോ കുൽസിതങ്ങളെ അർഹിക്കുന്നു. ശാരികയുടെ മുഖത്തുനിന്നല്ലേ ദോശ ചുടുന്ന നീ. അങ്ങനെ വന്നവരും പോയവരും നിന്നവരും എല്ലാവരും അനീഷിന്റെ മുഖത്തേക്ക് ഈ വിപ്പിംഗ് ക്രീം അങ്ങോട്ട് തേച്ച് ഇവിടെ പിടിപ്പിച്ചു. ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പൊ നൂറ ഇവൻ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇവനെ നോമിനേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞാൽ മതിയോ? ഞാൻ ചമ്മിപ്പോയി. ഇതൊക്കെ ഒരു റീസണാ? എന്തെങ്കിലും ഒരു പ്രശ്നം ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് അപ്പൂപ്പൻ. ഞാനും അദ്ദേഹത്തുള്ള സംഭവം. അനീഷിന്റെ മുഖത്ത് 2 തിരി കൂടി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്കായിട്ട് മുറിക്കുക. ടാസ്ക് നമുക്ക് ബിഗ് ബോസ് തന്നു. നമ്മളെല്ലാരും ടയർഡ്. രേണു ഹായ് അഗ്രീ. സ്ട്രെച്ച് ചെയ്ത് വാമപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അനിമോള് അയിന് പക്ഷെ അനു ഞാൻ കൂടി വരട്ടെ എന്ന് ചോദിച്ചു. ഒരു സംഗതി ഏറ്റെടുത്ത സംഗതി കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളെ എങ്ങനെ ഒരു ക്യാപ്റ്റൻസി ആക്കും? എന്റെ രുദ്രണ്ണ തനിക്ക് വയ്യേ? ഇതൊക്കെ ഒരു റീസണാ? നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളും കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല. രേണ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്നാ പറഞ്ഞാണ് കേട്ടാ. എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ എനർജി എടുത്താൽ മതി. അനു അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വളരെ മോശമായെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ സീസൺ കണ്ടപ്പോ ഞാൻ കുറ്റം പറഞ്ഞു, അവരൊക്കെ സ്കൂൾ പിള്ളേർ, അതിനേക്കാളും കഷ്ടം നഴ്സറി പിള്ളേരുടെ പോലെ. ഇവൻ അത് ചെയ്തില്ല, ഇവൻ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, ഇവൻ മേക്കപ്പ് ഇട്ടു. എന്തൊക്കെയാണ് പറയുന്നത്? മുഖത്ത് ഫോം തീരെ കിട്ടാത്തത്. ബിഗ് ബോസ് ഓക്കെ, മുഖത്ത് വിപ്പിംഗ് ക്രീം തേക്കാത്തവരൊക്കെ ഒന്ന് എനിക്ക്. ഓ ഞങ്ങൾ തന്നെ ക്യാപ്റ്റൻ, ഞങ്ങൾക്ക് ക്യാപ്റ്റൻസി ക്ലാസ് എടുത്ത് ഞങ്ങൾ അതിന് ക്യാപ്റ്റൻ ആവുന്നു. ആരാണ് ക്യാപ്റ്റൻ എന്നറിയാമോ? ഇല്ല. ഏറ്റവും കൂടുതൽ ഫോം ഏറ്റുവാങ്ങിയ അനീഷാണ്. അനീഷ് ഞാനാ? പോടാ. ഇത് ശരിക്കും prank ആണോ? ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ചമ്മി 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 എല്ലാരും ചമ്മി. പുള്ളിയുടെ വീഴ്ചകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. എന്റെ പൊന്നപ്പാനി ചേർത്തെ നിന്റെ വില കളയില്ലേടാ. എന്തൊക്കെയാടാ നീ പറയുന്നത്? നമുക്ക് ക്യാമറയാണ്, നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും. ശരിയാണ്, 100% ഞാൻ യോജിക്കുന്നു. ഇത് പറയുന്ന രേണു ചേച്ചി എങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല എന്നല്ല അത്ര. രേണു ബി ലൈക്ക് ദേ മോളെ നീ എന്നെ ഊഞ്ഞാലാട്ടല്ലേ, ഞാൻ തന്നെ അടിക്കോളാം. പേരുള്ളത് മാറ്റിയെടുക്കാൻ വേണ്ടി കൂടെ ദേഷ്യം കൺട്രോൾ ചെയ്യാന്നുള്ളൊരു അച്ചോടാ ദേഷ്യം കൺട്രോൾ ചെയ്യാനാണോ ചേട്ടൻ ഇങ്ങോട്ട് കയറി വന്നേ? ചേട്ടൻ ഒരു ലാഫിംഗ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയാൽ പോരെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ? ഇവിടെ തന്നെ വരണുണ്ടാ? ആണെങ്കിൽ ഒരു കാര്യം അറിയിപ്പണ്ടേ, ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ കയറുക. ഒരു വലിയൊരു മൈൻഡ് സെറ്റും കൂടെയാണ്. രേണു ബി ലൈക്ക്. പിന്നെ എനിക്ക് പുറത്ത് ഭയങ്കര പേരാണല്ലോ, എനിക്ക് അതിനെക്കാലം കയറ്റുണ്ട്. അതിപ്പോ ബിഗ് ബോസ് വെച്ചു പണിപ്പുര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആൻസർ പറ. പണിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇടം. അതിന് എനിക്കെല്ലാം അറിയാം, ഉത്തരം തെറ്റാണ്. ഇതാ വ്യക്തിഗത വസ്തുക്കളും പണിപ്പുരയിലായിരിക്കും ഉണ്ടാവുക. എനിക്കൊരു സംശയം ബിഗ് ബോസ്, ഈ അതും അതില് പൂട്ടി വെക്കുവോ? ഒരെണ്ണം വെച്ച് എങ്ങനെയാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ലക്ഷറി ബഡ്ജറ്റ് പോയിന്റ് ഉപയോഗിച്ച് മാത്രമേ. അപ്പൊ ഈ ആഴ്ച ലക്ഷറി സാധനങ്ങളും ആ റൂമിൽ പൊതിഞ്ഞു വെക്കും. അപ്പൊ ലക്ഷറി സാധനങ്ങൾക്കും ഈ ഡ്രസ്സ് എടുക്കണമെങ്കിലും ലക്ഷറി ബഡ്ജറ്റ് വേണം. അപ്പൊ ഈ ബഡ്ജറ്റ് കിട്ടണമെങ്കിൽ ടാസ്ക് ജയിക്കണം. ഈ ടാസ്ക് ജയിച്ച ബഡ്ജറ്റ് വെച്ച് ലക്ഷറി സാധനങ്ങൾ എടുക്കാൻ പോവോ, ഡ്രസ്സ് എടുക്കാൻ പോവോ? അപ്പൊ ഒരു അടി പൊട്ടില്ലേ? അപ്പൊ ഫസ്റ്റ് വീക്കോട്ട് അടിയാവൂലേ? ബിഗ് ബോസിന്റെ ബുദ്ധി ചെറിയ ബുദ്ധി ആയിരിക്കോ? 7ന്റെ പണി എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ അതേ സ്ട്രാറ്റജി തന്നെയാണല്ലോ പ്രയോഗിക്കണേ. ബ്രൗൺ പാക്കേജിൽ വസ്ത്രങ്ങളും അപ്പൊ ഒരാഴ്ച തുണി ഇല്ലാണ്ട് കാണാനല്ലാതെ മലയാളം ക്ലാസ്. റെസ്പെക്ട് അങ്ങോട്ടും തരും, എനിക്ക് ഇങ്ങോട്ട് കിട്ടും വേണം. തരാൻ ചേട്ടാ, എന്തോരം വേണം? ഈ ബഹുമാനം കിട്ടിയേ പറ്റും. ഞാൻ നിങ്ങൾക്കും തരും. ഞാൻ ശരിക്കും തരോ? എന്നാ കുറച്ചും കൂടെ തന്നേക്ക്. വിശന്നിട്ട് ചെയ്യാം. തോന്നിയത് ജിസയിൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോമിനേഷൻ ആയിരുന്നു. ഞാൻ കയ്യിലിത് പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ എന്നാ തിരിച്ച് കെട്ടിപ്പിടിക്കട്ടെ. ഓക്കെ, പിന്നെ ഇങ്ങനെ ബാക്ക് കാണിച്ചിട്ട് എന്നാ ഇവിടെ പിടിച്ചോ. അങ്ങനെ പറഞ്ഞവൻ. ജിസേൽ ഭയങ്കര സ്ട്രോങ് ഒരു പ്ലെയർ ആണ്. ജിസൽ ഞാനാ സ്ട്രോങ്ങാ? ചെറുക്ക നീ ചുമ്മാ അപവാദം പറയില്ലേ? ആര്യനെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ ഒരു അഹങ്കാരത്തിന്റെ ഒരു. ഓ ചേട്ടന് അഹങ്കാരം ഇഷ്ടമല്ല. കുറച്ച് കഴിയുമ്പോ കാണാട്ടാ ചേട്ടന്റെ അഹങ്കാരം. അദ്ദേഹം ഒരു നല്ല ഗെയിം കളിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അവര് കളിച്ചില്ലെങ്കിൽ നിങ്ങൾക്കല്ലേ നല്ലത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾക്ക് പൈസ വേണ്ടേ? അവര് ജയിച്ചോട്ടെ, അവര് നന്നായിട്ട് കളിക്കുന്നില്ല, എന്തിനു വിഷമം അവർക്ക്? വസ്ത്ര സ്വാതന്ത്ര്യം ശരി. കേരള സംസ്കാരത്തില് ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ. കേരള സംസ്കാരത്തിന് ചേർന്ന് രുദ്രനന്റെ ഡ്രസ് എന്ന് പറയൂ. ഷാറ്റ്സ്. ടോയുടെ ഒരു സീരിയസ്നെസ് എന്താണെന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായിട്ടില്ല. ഇവർക്ക് മനസ്സിലായ അനുമോൾ 2 വോട്ടുകളുമായി ശാരിക. അങ്ങനെ ഇവരൊക്കെ എലിമിനേഷനിലെത്തി. ശൈത്യ വിലക്ഷു എനിക്ക് അവർ വോട്ട് ചെയ്തിട്ടില്ല. 8 വോട്ടുകളോടെ ശൈത്യ.
8 കോടി എനിക്ക് പോടാ, എനിക്ക് ഇത്ര എടുത്ത് ശത്രുക്കളാ, ഞാൻ എല്ലാരും വെറുപ്പിച്ചിട്ടുള്ള ദൈവമേ. അപ്പോഴാണ് ഇന്നലെ ബിഗ് ബോസ് ഹൗസിനെ കോളിളക്കം സൃഷ്ടിച്ച ഒരു തലവേദന ഉണ്ടായത്. നമ്മുടെ രേണു ചേച്ചി തലവേദന ഒന്നും പറഞ്ഞൊന്ന് കാണാന്നു. അപ്പൊ എന്താ എന്റെ തലവേദനയ്ക്ക് വിലയില്ലേ? ശരിയില്ലേ? രണ്ടെണ്ണം എനിക്ക് തലവേദന പറയണം. സൗകര്യമില്ല. സൗകര്യമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞ് ചിരിക്കാൻ. എന്റെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, എനിക്ക് തലവേദന ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. വേറൊരാൾ ഇതിങ്ങനെ പറയുന്നേ. മോളാ രേണു ചേച്ചി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ കേസിലാണോടാ നിങ്ങൾ തല്ലു പിടിക്കുന്നത്? എന്തിനാണോ തലവേദന വന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. രേണു തലവേദനയുള്ള ആള് സംസാരിക്കും. അതിനെന്താ സംസാരിക്കുന്നതിന്? വായിക്കലല്ല വേദന, തലയ്ക്കല്ലേ. അനിമോള് ചേച്ചി ഈ തലവേദന ഉള്ളവര് സംസാരിക്കില്ല. ആണാ നേരത്തെ പറയണ്ടേ രേണു? എന്നാ ഞാൻ സംസാരിക്കണ്ടാ. അതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റനും ലവനും കൂടി അടി വേണം. പക്ഷെ ഇങ്ങനത്തെ തൂറ്റ കേസിലുള്ള അടി എനിക്ക് ഇഷ്ടമല്ല. രസമുണ്ട്. ഈ തെരുവില് 2 ചാവാലി പട്ടികൾ നടന്ന് ഇങ്ങനെ കുറയ്ക്കില്ലേ? പക്ഷെ എനിക്ക് ബിഗ് ബോസ് എന്നോട് ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഇവര് പറയുന്നത് ക്ലിയർ ആകുന്നില്ല, സൗണ്ട് കുറവാണ്. ചൂട് സൗണ്ട് കൂട്ടിയിട്ട് എന്നാലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് ചിരിക്കാൻ പറ്റുള്ളൂ, എന്നാലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. പ്ലീസ്. ബിഗ് ബോസ് ബി ലൈക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു. ഞാൻ ഭയങ്കര തലവേദനയാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നത്. ഞാൻ പൊന്നു രുദ്രണ്ണ, നിങ്ങക്ക് നാണമില്ലേ? എനിക്ക് തലവേദനയാ, എനിക്ക് ഓർമ്മ. ഇവൻ കടിക്കോ? പൊന്നെണ്ണ എവിടെയും പറയല്ലേ ഇതാണ് കലിപ്പെന്ന്. ഇത്തവണ എന്തായാലും ബിഗ് ബോസിലെല്ലാം നല്ല സംസ്കാരമുള്ള ആളുകളെയാണ് വിളിച്ചിരിക്കുന്നത്. ഇവരൊക്കെ വായി തുറന്നപ്പോൾ പൊഴിയുന്ന മണിമുത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ കൂട്ടരെ? അയ്യോ എനിക്ക് തലവേദന എടുക്കണേ. ഓക്കെ, ഒരു ഡോക്ടർ വന്ന് തലവേദന ചെക്ക് ചെയ്യണം. ഡോക്ടർ പിന്നടാ എനിക്ക് നിന്റെ തലവേദന ചെക്ക് ചെയ്യാൻ പണി പോടാ. എന്നാലും എന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ വന്നിട്ട് എന്തിനാണ് തലവേദനയെന്ന് കൺഫേം ചെയ്യാം. ഞാൻ പറയാൻ എനിക്ക് തലവേദന എനിക്ക് തലവേദനയാണ്. ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ സ്കോപ്പ് വെച്ച് നോക്കി തലവേദന മനസ്സിലാവോ? മണ്ടന്മാരാണോ? മെഡിക്കൽ എമർജൻസി ആണ്. ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി. തലവേദനയൊക്കെ എപ്പോഴാണോ മെഡിക്കൽ എമർജൻസി ആയേ? ഭയങ്കരമായിട്ട് തലവേദന എന്നാണ് പറയുന്നത്. രുദ്രണ്ണൻ ഇതൊന്നും കേൾക്കാണ്ട് ബാക്കിന്ന് വരാം. എന്തോ എന്റെ തലവേദനയ്ക്ക് വരില്ലേ തനിക്ക്? താൻ രേണുസുധിയുടെ തലവേദന മാത്രമേ പറയൂ. എനിക്ക് തലവേദനയോട് പറയടോ. അനീഷ് ബി ലൈക്ക് എടാ മരപ്പൊട്ട, രേണുവിനെ ഡോക്ടറെ കാണിക്കാനാണോ ഞാൻ പറഞ്ഞത്? നിനക്ക് കാണണ ഡോക്ടറെ? അത് ശരിയല്ല. അത് ക്യാപ്റ്റൻ ഇപ്പൊ പറഞ്ഞത് ശരിയല്ല. ഓക്കെ നടക്ക് ചേട്ടാ, ചേട്ടൻ 2 റൗണ്ട് നടക്ക്. രേണു സുധി ബി ലൈക്ക് ഇന്ന് പുറത്ത് ഞാൻ തന്നെ താരം. എനിക്ക് അങ്ങനെ ഒരു തൊളി പോലും ഞാൻ താഴത്തില്ല. ഇന്ന് കേരളം സെർച്ച് ചെയ്യുന്ന വിഷയം രേണുവിന്റെ തലവേദന. ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. അതൊക്കെ അത്ര ഉള്ളൂ, പിന്നെ അല്ല ആരുമില്ലടാ. താഴത്തില്ലടാ. ഇന്നത്തെ എപ്പിസോഡ് രേണു ചേച്ചിക്ക് പുതിയൊരു പേര് കിട്ടി, പുഷ്പരേണു. താഴത്തില്ലടാ. ഇതും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു.